ബൾഗേറിയൻ ജ്യോതിഷിയും അന്ധയുമായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഇന്ത്യക്കാരെ വല്ലാതെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നു. കാരണം 2025 അവസാനിക്കാൻ 3 മാസങ്ങൾ ശേഷിക്കെ ബാബ വാങ്കയുടെ പ്രവചനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പറയുന്നത്. അതായത് കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. നമുക്കറിയാം, ഏതാണ്ട് 11ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ബാബ വാങ്ക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ 1911 ജനുവരി 31 ജനിക്കുന്നത്. അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട മസഡോണിയയിൽ ജനിച്ച ഇവർക്ക് 11ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെടുന്നു. അന്ന് അവിടെ വലിയ ദുരിതങ്ങൾ, യുദ്ധത്തിൻ്റെ സമാനമായ പ്രതിസന്ധികൾ, അതിലൂടെയൊക്കെ കടന്നാണ് ഈ ബാബ വാങ്ക വളർന്നു വന്നത്. ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമാകാനുള്ള കാരണം ബാബ വാങ്കയുടെ പ്രവചനത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മ്യാൻമറിൽ അടുത്തിടെ വലിയ ഭൂകമ്പം ഉണ്ടായി, 1700 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ 2025 ആസ്പദമാക്കി ചില ദുരന്തങ്ങൾ ബാബ വാങ്ക മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് യൂറോപ്പിൽ വലിയ യുദ്ധം നടക്കും, അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക ദുരന്തമുണ്ടാകും, കൂടാതെ മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കും. അപ്പോൾ യുദ്ധവുമായി കണക്ട് ചെയ്താൽ ഇതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം, ഇതൊക്കെ ഇതിൻ്റെ നേരെയുള്ള ചില സാക്ഷ്യപ്പെടുത്തലുകളാണ്. റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യയിലെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. അത് പിന്നീട് ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ശക്തമായ മഴയ്ക്കും കാറ്റിനും മണ്ണിടിച്ചിലിനുമൊക്കെ ഇടയാക്കുമെന്നാണ് പറയുന്നത്. അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാചലിൻ്റെ താഴ്വരകൾ, ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളപ്പൊക്കമുണ്ടാകാം. അപ്പം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പാണ് ബാബ വാങ്ക നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ അകക്കണ്ണിൽ കാണുന്നതാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ അനുയായികളോട് പറഞ്ഞു, അവർ കുറിച്ചു വെച്ചതാണ് എന്നാൽ ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1996 ഇവർ മരിച്ചതാണ്. 29 വർഷങ്ങൾക്ക് ശേഷവും ഓരോ വർഷം അവസാനിക്കാറാകുമ്പോഴും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. സോഷ്യൽ മീഡിയ ശക്തമായതോടുകൂടി അതിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത്. ആരാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിവരങ്ങൾ കൊണ്ടുവരുന്നത്, ഇത് ചർച്ചാ വിഷയമാക്കുന്നത് എന്നതൊക്കെ ഇപ്പോഴും ദുരൂഹമാണ്. എന്തായാലും മ്യാൻമറിലെ ഈ ഭൂചലനത്തിൽ 1700 പേർ കൊല്ലപ്പെട്ടതോടെ ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനം കൂടി സത്യമായി എന്ന് ഇവരുടെ അനുയായികൾ വലിയ തോതിൽ പ്രവചിക്കുന്നുണ്ട്. അത് വളരെ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി ചൈനയിലേക്ക് നോക്കിയാൽ അവിടെ എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകാം. ഈ അടുത്ത സമയത്തും ചൈനയിൽ അത്തരത്തിലുള്ള ചില ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജപ്പാനിൽ എപ്പോഴും സുനാമികൾ ഉണ്ടാകുന്നതാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ വലിയ സുനാമി ഉണ്ടാകുന്നു, വലിയ തോതിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അമേരിക്കയിൽ ചുഴലിക്കാറ്റിൻ്റെയും മഴയുടെയും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പം ഈ 4 രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഓരോ രാജ്യവും പരിസ്ഥിതിയെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ ദുരന്ത നിവാരണം നടപ്പാക്കണം, കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജമാകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബാബ വാങ്ക എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. അവർ എങ്ങനെയാണ് നേരിട്ട് കാണാത്ത കാര്യങ്ങൾ പ്രവചിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവരുടെ പ്രവചനങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളും തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും ഭിഷഗ്വരനുമായ നോസ്ട്രഡാമസ് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങളിൽ ഉൾപ്പെടുമെന്ന് പ്രവചിച്ചിരുന്നു. ഈ 2025 ഇതുപോലെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഭൂഖണ്ഡത്തിൽ ജനസംഖ്യ ഏതാണ്ട് നശിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും ബാബ വാങ്കയും പ്രവചിച്ചിരുന്നു. ഇപ്പം ഈ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന ആക്രമണം ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാബ വാങ്കയുടെ പ്രവചനം ശരിയായി എന്നാണ് ഇപ്പോൾ അവരെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ഇത് മാത്രമല്ല, 1997 ഡയാന രാജകുമാരി കൊല്ലപ്പെട്ട സംഭവം, 1986 ചെർണോബിൽ ദുരന്തം, റഷ്യൻ അന്തർവാഹിനിയായ കുർസ്ക് മുങ്ങിയത്, കിഴക്കൻ ബൾഗേറിയയിലെ ഭൂകമ്പം, സെപ്റ്റംബർ 11 അമേരിക്കയിലെ ട്വിൻ ടവർ തകർത്ത ആക്രമണം, ഇതെല്ലാം ബാബ വാങ്ക പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ 1979 അവർ പറഞ്ഞിരുന്നു വ്ളാഡിമിർ പുടിൻ ലോകത്തിൻ്റെ നാഥനായി മാറുമെന്ന്. ഇപ്പോൾ പുടിൻ്റെ റഷ്യ ലോകത്തെ അടക്കി വാഴാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഈ പ്രവചനങ്ങൾക്കുള്ള ചില സാമ്യങ്ങൾ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവചനങ്ങൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾക്കും സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇവർ 1911 ജനുവരി 31 ജനിക്കുന്നത്. ഇവർ ജനിച്ച സമയത്ത് ആ മേഖല മുഴുവൻ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട്, യുദ്ധ
സമാനമായ സാഹചര്യങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതായത് അന്നത്തെ ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യം, അവിടുത്തെ മസഡോണയിലാണ് ഇവർ ജനിക്കുന്നത്. ഈ ജനിച്ച സമയത്ത് സ്ട്രോമിക്സ് എന്ന് പറയുന്ന പ്രദേശം കീഴടക്കാനായിട്ട് ബൾഗേറിയയും സെർബിയയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഗ്രീസും അതുപോലെ തന്നെ തുർക്കിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഒടുവിൽ ഈ സെർബിയ അവിടെ കീഴടക്കുന്നു. ബൾഗേറിയയിലെ യുദ്ധത്തടവുകാരനായിട്ട് ബാബ വാംഗയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ബാബ വാംഗയുടെ മാതാവും മരിക്കുന്നു. അങ്ങനെ ബാല്യകാലത്ത് അച്ഛനും അമ്മയും ഇല്ലാതെയാണ് വാംഗെ വളരുന്നത്. അങ്ങനെ വളരുന്നതിന് മുമ്പ് തന്നെ ഈ ബാബ വാംഗെ ജനിച്ച സമയത്ത് ഈ കുട്ടികൾ ജനിച്ചാൽ അവർ വളരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പേരിടൂ. അതായിരുന്നു അവിടുത്തെ ഒരു ആചാരം. അങ്ങനെ ബാബ വാംഗെ ജനിച്ച സമയത്ത് ആ വയറ്റാട്ടി വന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾക്ക് വാൻഗലിയ എന്ന് പേരിട്ടത്. അവരുടെ പ്രധാന ഫുൾ നെയിം വാൻഗലിയ പാണ്ഡവ ഗുഷ്താവോ എന്നായിരുന്നു. ആ പേരാണ് പിന്നീട് ബാബ വാംഗെ എന്ന് മാറ്റപ്പെട്ടത്. ഇവർ പിന്നീട് ബാബ വാംഗെ എന്നറിയപ്പെടുന്നു. ഇവരുടെ പ്രവചനങ്ങളെല്ലാം സത്യമായി മാറുന്നു എന്ന രീതിയിൽ വലിയ പ്രവചനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇവരുടെ പ്രവചനങ്ങൾ ഇത്രത്തോളം ശക്തമായി മാറിയത്. കാരണം രണ്ടാം ലോക മഹായുദ്ധം ഇവർ പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളിൽ ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് വലിയ പ്രതിസന്ധി ഉണ്ടാകും. 2026 തുടക്കത്തിൽ 3ാം ലോക മഹായുദ്ധം ഉണ്ടായേക്കാം. അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാം. AI അധിഷ്ഠിതമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും ചില പ്രവചനങ്ങൾ നടത്തിയെന്നാണ് ബാബ വാംഗെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും 2025 അവസാനിക്കാറാകുമ്പോൾ ഇന്ത്യക്ക് ഭയാശങ്ക സൃഷ്ടിക്കുന്ന ഈ ബാബ വാംഗെയുടെ പ്രചരണം ലോകത്തെമ്പാടും വലിയ ചർച്ചയായി മാറി. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തികൾ അറിയാത്ത ഇവർ ഈ പറയുന്നതൊക്കെ കഥകളാണെന്നുള്ള ഒരു പ്രചരണമുണ്ട്. എന്നാൽ ഭാവിയിൽ സംഭവിക്കുന്നു എന്നത് എന്താണെന്ന് തൻ്റെ അകക്കണ്ണിൽ കണ്ടുവെന്നും ഏതാണ്ട് 51ാം നൂറ്റാണ്ട് വരെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇവർ പ്രവചിച്ചിട്ടുണ്ടെന്നും ഇവരുടെ അനുയായികൾ പറയുന്നു. എന്ന് വെച്ചാൽ ലോകമെമ്പാടും ആയിരക്കണക്കിന് അനുയായികൾ ഇവർക്കുണ്ട്. ഏതാണ്ട് 2033 ആകുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഉണ്ടാകുന്നത് ആഗോള സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നാണ് മറ്റൊരു പ്രവചനം. 2130 അന്യഗ്രഹ ജീവികളുമായിട്ട് മനുഷ്യൻ ബന്ധം സ്ഥാപിക്കും. 2170 വ്യാപക വരൾച്ച ലോകമെമ്പാടും ഉണ്ടാകും. 3005 ചൊവ്വയിലെ നാഗരിക വിഭാഗവുമായി മനുഷ്യൻ യുദ്ധത്തിലേർപ്പെടും. 3797 ഭൂമി വാസയോഗ്യമല്ലാതാകുമെന്നും മനുഷ്യൻ ഭൂമി വിട്ടുപോകുമെന്നും പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ 5079 ലോകം അവസാനിക്കുമെന്നാണ് ബാബ വാംഗെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല, സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. ഒക്കെ ആണെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ സംഭവിച്ച പല കാര്യങ്ങൾക്കും ബാബ വാംഗെയുടെ പ്രവചനവുമായി സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അനുയായികൾ ഇവരുടെ ഈ പ്രവചനങ്ങൾക്ക് വലിയ പ്രചാരം നൽകുന്നു. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ് 2025 അവസാനിക്കാറാകുമ്പോഴും ബാബ വാംഗെയുടെ പ്രവചനങ്ങളെ ചർച്ചയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ ഈ മ്യാൻമാറിലുണ്ടായ ഭൂകമ്പം വലിയ ഒരു തെളിവായിട്ട് ഇവരുടെ അനുയായികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലുമൊക്കെ വൻ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള വിദഗ്ധരൊക്കെ തന്നെ കൂടുതൽ മുൻകരുതൽ എടുക്കണം. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ചില തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് ഓരോ രാജ്യവും പദ്ധതികൾ തയ്യാറാക്കണം. ഇതൊക്കെ തന്നെ ഭരണകൂടം ചെയ്യുന്നുണ്ട്. എന്തായാലും ബാബ വാംഗെയുടെ ഈ കാര്യങ്ങളൊക്കെ കെട്ടുകഥയാണോ അതോ സത്യമാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. എങ്കിൽ പോലും ഈ ബൾഗേറിയയിലെ ജ്യോതിഷിയുടെ പ്രവചനങ്ങൾക്ക് ഓരോ വർഷവും പ്രസക്തി കൂടി വരുന്നു, അല്ലെങ്കിൽ ശക്തി കൂടി വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.